പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ നല്ല പ്രഭാതത്തിൽ വീണ്ടും വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നൽകുന്ന നല്ല സാവകാശത്തിനായി, ഭാഗ്യത്തിനായിട്ട് കർത്താവിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. നിങ്ങൾ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഏറ്റവും ധൈര്യപ്പെടുന്നവരാണ്. കാര്യം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബം ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വലിയവനായ ദൈവത്തിൻ്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. ദൈവം തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്, വാഗ്ദത്തം ഒക്കെ ദൈവം കൈമാറുകയാണ് ഈ പ്രഭാതത്തിൽ. ആവർത്തന പുസ്തകം 7-ന്റെ 21 നാം വായിച്ചത്: നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. ശത്രുവിനെ കണ്ട് ഭയപ്പെടരുതെന്ന്, ഭ്രമിക്കരുതെന്ന് ദൈവം തൻ്റെ ജനത്തെ അറിയിക്കുകയാണ്. തൻ്റെ ജനത്തെക്കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും അതാണ്. ഒരിക്കലും ശത്രുവിനെയോ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെയോ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സാത്താനെയോ സാത്താൻ്റെ പ്രവർത്തനങ്ങളെയോ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ ഭയത്തോടെ ഭാരത്തോടെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉള്ളവർ, ഭാര്യ ഭർത്താവിൻ്റെതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വളരെയധികം വേദനകളായി അനുഭവിക്കുന്നു. ഭർത്താവിനെ ശത്രുവിൻ്റെ ഭയങ്കര പോരുകളിൽ ജീവിതം മുന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഭർത്താവ് ചില കുടുംബങ്ങളിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നു. ഭർത്താവാണ് വിഷമം അനുഭവിക്കുന്നത്. ചില ഭാര്യമാര് വളരെയധികം ഭർത്താവിനെ വിഷമിപ്പിക്കുന്നു. ചില കുടുംബങ്ങളിൽ മക്കള് രക്ഷിതാക്കളെ വിഷമിപ്പിക്കുന്നു. അതിൻ്റെ പുറകിലെല്ലാം ഒരു സ്പിരിറ്റ്, ഒരു നെഗറ്റീവ് സ്പിരിറ്റ്, ഒരു പൈശാചിക ആത്മാവ് വളരെയധികം അവരെ മറ്റുള്ളവർക്ക് വിഷമകരമാകത്തക്ക നിലകളിൽ മറ്റു പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കുകയാണ് പലപ്പോഴും. അങ്ങനെയുള്ള വേദന അനുഭവിക്കുന്ന നിങ്ങളൊരു പക്ഷേ എൻ്റെ ജീവിതം വളരെ വേദനാജനകമാണല്ലോ, വളരെ പ്രയാസകരമാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന, എന്നൊക്കെ ദൈവത്തോടും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം ഇന്ന് ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവരെ കണ്ട് ഭയപ്പെടരുത്, ഭ്രമിക്കരുത്.
നീ ശത്രുവിൻ്റെ പദ്ധതികളെ കണ്ട് ഭാരപ്പെടരുത്. നീ തളർന്നു പോകരുത്. നീ ഭയപ്പെട്ട് നിന്റെ ഹൃദയത്തിൽ ആ ഭയം കയറി വളരെയധികം നിന്റെ ജീവിതത്തിൽ മെൻ്റലി സ്ട്രെസ്സായിട്ട് ഭാരത്തോടെ നീ ഇരിക്കരുത്. ദൈവം പറയുകയാണ് തൻ്റെ ജനത്തോട്. അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളോട് ഭയപ്പെടരുത് എന്ന് പറയുന്നത്? അവിടെ ആ വചനം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. സർവജ്ഞാനിയായവനും സർവശക്തനും സർവവ്യാപിയുമൊക്കെയായ ദൈവം ദൈവമക്കളായ നിങ്ങളുടെ മധ്യേ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന നിങ്ങളുടെ മധ്യേ ഈ ദൈവമുണ്ട്. ഈ ദൈവം യഹോവ ഭയങ്കരമായ ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. ഈ ഭയങ്കരൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ അറിയുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ കാണുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, അതിനെ പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഭയങ്കരനായ ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. നമുക്ക് വിശ്വസിക്കാം. ദൈവമേ, എൻ്റെ വേദനയുടെ ജീവിത സാഹചര്യങ്ങളിലും നീ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കരഞ്ഞ് നിന്നോട് പ്രാർത്ഥിക്കുമ്പോഴും നീ എന്നോട് കൂടെ ഉണ്ട്. ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ, ഭ്രമിക്കാതെ, അങ്ങിലാശ്രയിച്ചുകൊണ്ട് അങ്ങയോട് വീണ്ടും പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ. അങ്ങനെ ഒരു സമർപ്പണവും നിയോഗവും വീണ്ടും ഉണ്ടാകട്ടെ. നിരുത്സാഹപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, നീ ഭാരപ്പെടരുത്. ശത്രുവിനെയോ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെയോ കണ്ട് നീ ഭ്രമിക്കരുത്. നിന്റെ മധ്യേ ഭയങ്കരനായ ദൈവം വസിക്കുന്നു. ഭയങ്കരനായ ദൈവം ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ ഒരു പ്രവർത്തനവും ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ, നിരുത്സാഹപ്പെട്ടു പോകാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കൃപ തരണമേ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ ഭാരവും വളരെ വേദനയും അനുഭവിക്കുന്ന ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ശത്രു പലപ്പോഴും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രയാസകരമായ അനുഭവങ്ങൾ, പോരാട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ നടുവിൽ ക്ഷീണിച്ചു പോകാതെ, ഭ്രമിച്ചു പോകാതെ, അങ്ങിലാശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വലിയ വിജയം ജീവിതത്തിൽ കാണുവാൻ, അങ്ങയുടെ വലിയ പ്രസൻസ് ഉണ്ടാകാൻ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും. ഈ നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ തിരുവചനം ഓർമ്മിപ്പിച്ചതുപോലെ നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. അതേ പിതാവേ, അങ്ങ് നിന്റെ മക്കളുടെ മധ്യേ ഉണ്ട്. അങ്ങയുടേതായിരിക്കുന്ന സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഉണ്ട്. ആകയാൽ നിന്റെ മക്കൾ ഭ്രമിച്ചു പോകാതെ ഇന്നും അങ്ങിൽ ആശ്രയിക്കുന്നുവെന്നുള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങിൽ ആശ്രയിക്കുകയാണ്. നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കും. അവിടുന്ന് സഹായിച്ച് അത്ഭുത മറുപടികൾ കൊടുത്തു മാനിച്ച് വലിയ അനുഗ്രഹവും വിജയവും കൊടുത്ത് ശത്രുവിനെ ജയിക്കുന്ന ജയ ജീവിതത്തിൽ ജീവിപ്പാൻ പരിശുദ്ധ ദൈവം നിന്റെ മക്കളെ സഹായിക്കും. ഈ പ്രഭാതത്തിൽ ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിന്റെ മക്കളോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിലും പ്രത്യാശയിലും നിറഞ്ഞ് ധൈര്യത്തോടെ ജീവിത ചുവടുകൾ മുൻപോട്ട് വെച്ച് അനുഗ്രഹമായി തീരാം. എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. നിങ്ങൾ ഭ്രമിക്കരുത്.